കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂരിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് പരിക്കേറ്റ അച്ഛനും മകനും അടക്കം 3 പേർ മരിച്ചു. പൈവളികെ ബായിക്കട്ട സ്വദേശികളാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന കർണാടക ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ ഗുരുതരമായ പരിക്കുകളോടെ മംഗലൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ പാറയ്ക്കലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ മനസ്സ് വരുന്നില്ല. രാവിലെ തന്നെ ഈ അപകടത്തിന്റെ വാർത്തയാണ്. ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഉറങ്ങിപ്പോയതാണോ? കാരണം എന്താണ് കൂടുതൽ വിവരങ്ങൾ? ക്രിസ്റ്റിന, സ്മിത, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകട വാർത്ത നമ്മളെ തേടിയെത്തിയത്. വലിയൊരു അപകടമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്, ഈ അപകടമുണ്ടായ സ്ഥലത്താണ്. ഇത് ഈ ഷിറിയ മഞ്ചേശ്വരം പുഴയുടെ പാലത്തിൻ്റെ ഒരു കൈവരിയുടെ ആദ്യ ഭാഗമാണ്. ഇതിലിടിച്ചാണ് ഈ കാറ് തെറിച്ചത്. പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനമനുസരിച്ച് അമിത വേഗതയാണ് ഈ അപകട കാരണമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വലിയൊരു അപകടം, അതായത് അമിത വേഗത്തിലെത്തിയ കാറ് ഈ പാലത്തിൻ്റെ കൈവരിയിൽ ഇടിച്ചതിന് ശേഷം അത് തെറിച്ച് പല പീസുകളായി, പല പാർട്സുകളായി ഈ കാർ ചിതറിത്തെറിച്ചതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. 50 മീറ്ററോളം ഈ കാറ് നിരങ്ങി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കാറിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ തെറിച്ച് പുറത്തേക്ക് വീണൊരു അവസ്ഥയിലായിരുന്നു. 3 പേരാണ് മരിച്ചത്. പൈവളിക ബായിക്കട്ട സ്വദേശികളായ ജനാർദ്ദന, മകൻ അരുൺ, ബന്ധു കൃഷ്ണകുമാർ എന്നിവരാണ് മരിച്ചത്. സംഭവ സ്ഥലത്ത് തന്നെ അവരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടി ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഇവരൊക്കെ പുറത്തേക്ക് തെറിച്ചു വീണൊരു അവസ്ഥയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ പ്രധാനമായും ഒരു പാലമാണ്, ഇടുങ്ങിയ ഒരു പാലമാണ്. NHന്റെ പണി നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലുമൊക്കെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വിവരമനുസരിച്ച് അങ്ങനെയുള്ളൊരു ബാരിക്കേഡിൽ തട്ടിയാണ് ഈ അപകടമെന്നായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഈ സംഭവ സ്ഥലത്തെത്തുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഒരു ബാരിക്കേഡല്ല, ഇത് കാറിൻ്റെ അമിത വേഗതയാണ് എന്നൊരു പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പോലെ തന്നെ നമുക്കും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ ആ കാറിൻ്റെ ലൈറ്റൊക്കെ ഇവിടെ ചിതറിത്തെറിച്ച ഒരു അവസ്ഥ, പല പാർട്സുകളായിട്ടാണ് കാറ് തെറിച്ചിരിക്കുന്നത്. ഈ മരിച്ച ആളുകളുടെയും പരിക്കേറ്റ ആളുടെയൊക്കെ ചെരുപ്പുമൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും ഭീകരമായൊരു അപകടം, തീവ്രമായൊരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഈ സ്ഥലത്തെത്തുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും 3 പേരുടെ മരണം സംഭവ സ്ഥലത്ത് തന്നെ സ്ഥിരീകരിച്ചു. അതിനുശേഷം രത്തൻകുമാർ, അദ്ദേഹം കർണാടക ഉപ്പിലങ്ങാടി സ്വദേശിയാണ്. അദ്ദേഹത്തെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണകുമാറിനെ മംഗലാപുരത്തേക്ക് കൊണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഈ അപകടം പറ്റിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇവരുടെ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഈ മംഗലാപുരത്തെ മഞ്ചേശ്വരം മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ കാറ് 50 മീറ്ററോളം നിരങ്ങി മുന്നോട്ട് പോയാണ് ആ കാറ് കിടക്കുന്നത്. കാറ് പൂർണ്ണമായും തകർന്ന മട്ടാണ്. കാറിൻ്റെ ടയറൊക്കെ ഒരു ഭാഗത്ത്, ഈ പുഴയുടെ പാലത്തിൻ്റെ ഒരു ഭാഗത്ത് തെറിച്ചു പോയിട്ടുണ്ട്. കാറിൻ്റെ ദൃശ്യങ്ങൾ ഇതാണ് സ്മിത, ക്രിസ്റ്റീന. വലിയൊരു അപകടമാണ്. പൂർണ്ണമായും കാറ് തകർന്ന അവസ്ഥയിലാണുള്ളത്. ഇതിൽ നിന്നാണ് ആ 3 പേരും തെറിച്ച് പുറത്തേക്ക് വീണത്. രത്തനും പുറത്തേക്ക് തെറിച്ചു വീണ അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ, കാറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും കാറ് പാടെ തകർന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അമിത വേഗതയാണ് ഈ അപകട കാരണമെന്നാണ് പോലീസും പ്രാഥമികമായി പറയുന്നത്. നിലയിലാണ് ആ ദൃശ്യങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഈ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അമിത വേഗമാണ് ഈ അപകടത്തിന് കാരണമുണ്ടായത് എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം അത് ഡിവൈഡർ അല്ല, ബാരിക്കേഡാണ് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതങ്ങനെയല്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന്, അവിടെ സ്ഥലത്തു നിന്ന് തന്നെയാണ് അരുൺ നമുക്ക് റിപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ അമിത വേഗം തന്നെ ആകാം കാരണം. കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും.